ഹായ്, വത്സുബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു മോര് രസം ഉണ്ടാക്കാം. മോര് രസത്തിന് മോരാണ് പ്രധാനമായിട്ടും വേണ്ടത്. അതും നല്ല പുളിയുള്ള മോര് വേണം എടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പം ഡൈജഷനൊക്കെ നല്ലതാണ് മോര്. സാധാരണ ചോറൂണ് കഴിഞ്ഞിട്ട് കുടിക്കാം, രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് കുടിക്കാം. പിന്നെ ഇത് രസമായിട്ട്, മോര് രസമായിട്ട് തന്നെ ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അപ്പോൾ കൊത്തമല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക്, വറ്റൽമുളക്, ഇഞ്ചി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അപ്പം നല്ല പുളിയുള്ള മോര് വേണം എടുക്കാൻ. അപ്പം രസത്തിന് വേണ്ട ഞാൻ ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുകയാണ്. നമുക്കിത് ചതച്ചെടുത്തിട്ട് ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം. അപ്പം ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിരിക്കുകയാണ്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ ചതച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് മോര് രസം. ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ ചെയ്ത് നോക്കണം. അപ്പം സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പം കറിവേപ്പിലയൊക്കെ ഏറെ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മല്ലിയില പൊട്ടിച്ചിടാം. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല മല്ലിയിലയുടെ. അപ്പം ഞാനിപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുത്തു. കായപ്പൊടി 1 ടീസ്പൂൺ ഓളം കൊടുക്കണം. നമ്മൾ എത്രത്തോളം മോരെടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത്. ഇപ്പം നല്ലതായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റും. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുക്കും. ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ല പുളിയുള്ള മോരാണെങ്കിൽ ആ ഉപ്പ് പാകത്തിന് അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അല്ലെങ്കിൽ മോരിനകത്ത് നമ്മൾ ആ മോര് കലക്കുന്നതിനൊപ്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് കലക്കാം. അത് ഞാനിപ്പോൾ അതിനകത്ത് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർത്തത്. ഇനി നമുക്ക് മോരൊഴിച്ചിടും. അപ്പം ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് അതായത് നമ്മുടെ ആ മല്ലിയുടെയൊക്കെ ആ ഒരു ഇതൊന്ന് മാറിയിട്ട് മോരൊഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ വളരെ കുറച്ചിട്ടിട്ട് വേണം മോരൊഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മോര് വല്ലാതെ പിരിഞ്ഞു പോകും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പം അതൊന്നും വരണ്ട, ആ ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ചൂടായ നമ്മുടെ മോര് രസം റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ വീട്ടുകളിലൊക്കെ ചെയ്ത് നോക്കാം. മോര് ചോറിൻ്റെ കൂട്ടാം, അല്ലാതെ ചുമ്മാ കുടിക്കാം. അപ്പം ഡൈജഷനൊക്കെ ഏറ്റവും നല്ലതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.